നമുക്കൊപ്പം VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. VS രഞ്ജിത്താണ് ജെൻസന്റെയും സുധിയുടെയും വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മൾ നടത്തിയ ചർച്ചകളിലും ഈ സുധിയും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് സുധിയുടെ വാക്കുകളിൽ വല്ലാത്ത ഇടർച്ചയുണ്ടായിരുന്നെങ്കിലും ജെൻസൺ ഉണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസമായിരുന്നു. അനാഥമാകുമ്പോഴും ഒരാളെ ബാക്കി വെച്ചു പോയ ദുരന്തത്തോട് അവർ സഹതപിച്ച് നിൽക്കുന്ന കാഴ്ചയെ കണ്ടത്. ഇന്ന് അയാളെ കൂടിയാണ് ഈ ദുരന്തം മറ്റൊരു രൂപത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നമുക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാത്ത വിധം നമ്മൾ തരിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ്. ജെൻസന്റെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ പ്രതീക്ഷയുണ്ടായിരുന്നു അല്പമെങ്കിലും വിധി അത്രയും ക്രൂരമാവില്ല എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ നമുക്ക് എന്തായാലും പറയാൻ കഴിയുക, ആ കുട്ടിയോട് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ, ആശ്വാസ വാക്കുപോലും യഥാർത്ഥത്തിൽ പറയാൻ കഴിയാതെ നമുക്ക് ഉപേക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. രഞ്ജിത്ത്, ആ വാർത്ത അറിയുമ്പോൾ രഞ്ജിത്തിനും വ്യക്തിപരമായി വല്ലാത്തൊരു ഷോക്കായിരുന്നില്ലേ അത്? ഡോക്ടർ, തീർച്ചയായിട്ടും നമുക്ക് സാധാരണ വാർത്തകൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കലും വാർത്തകൾ നമ്മളെ പിടിച്ചുലയ്ക്കാറൊന്നുമില്ല. വാർത്തകൾ ഇങ്ങനെ വരുന്നു, നമ്മൾ വാർത്തകൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇന്നലെ ഈ അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു അപകടം പറ്റിയാൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുമോ, നമ്മുടെ ആ പ്രാർത്ഥനയിൽ അവനെ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഇന്നലെ ഞങ്ങളുടെ ഓണാഘോഷമായിരുന്നു. ആ ഓണാഘോഷത്തിനിടയിൽ ഞാൻ എത്ര തവണ ഈ ജെൻസനെക്കുറിച്ച് ഓർത്തുവെന്നും ഈ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇന്നലെ രാത്രി ഈ വാർത്ത അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ ഇങ്ങനെ സ്റ്റക്കായി പോകാമെന്ന് പറയില്ല, നിശ്ചലമായി പോകുന്നൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ ആദ്യം ചിന്തിച്ചതും ഈ വാർത്ത എങ്ങനെ ശ്രുതിയോട് പറയും, ആർക്കായിരിക്കും അതിന് ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം സ്വന്തം അച്ഛനെ, അമ്മയെ എല്ലാം നഷ്ടപ്പെട്ട, മുഴുവനും ഉരുളെടുത്ത് പോയപ്പോഴും ജെൻസൻ്റെ കൈ പിടിച്ചുകൊണ്ട് ശ്രുതി നിൽക്കുന്നൊരു കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രുതി പറഞ്ഞ് ജെൻസൺ പകലൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ജെൻസൺ കൂടെ ഉണ്ടാവുമ്പോൾ എനിക്ക് മറ്റോർമ്മകളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ രാത്രി ജെൻസൺ വീട്ടിലേക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നു. എനിക്ക് എൻ്റെ രാത്രികളെ അതിജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വിതുമ്പിക്കൊണ്ട് ഈ ശ്രുതി പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇനി ആ രാത്രികളെ മാത്രമല്ല, പകലുകളെയും അതിജീവിക്കാൻ ജെൻസനും ശ്രുതിക്കൊപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ രാത്രി ഈ വാർത്ത കേട്ടു, കുറച്ച് നേരം മയങ്ങാൻ കിടന്നു. പിന്നീട് ഉറക്കം ഞെട്ടി ഞാൻ എണീക്കുമ്പോൾ നമ്മുടെ ഡിജിറ്റലിൽ എൻ്റെ ആ പഴയ ഇൻ്റർവ്യൂ വീണ്ടും അവർ അപ്ലോഡ് ചെയ്ത് കണ്ടു. അതൊന്നുകൂടി കേട്ട് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. കാരണം അതിൽ ശ്രുതിക്കൊരു ജോലി വേണം എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ കൂടി, ശ്രുതിക്കൊരു ജോലി വേണ്ടതിൻ്റെ, ശ്രുതി സ്വയം പര്യാപ്തയാവേണ്ടതിൻ്റെ ആവശ്യം വ്യക്തമാക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ജെൻസൺ ഒരു വാക്ക് പറയുന്നുണ്ട്. ഇവൾക്കൊരു ജോലി വേണം, ഞാൻ ഉയരത്തിലൊക്കെ കയറി ജോലി ചെയ്യുന്നതാണ്, എൻ്റെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജോലി വേണം എന്നുള്ളതിനെക്കുറിച്ച്, എനിക്കല്ല അവൾക്കൊരു ജോലി വേണം, അവളുടെ ജീവിതം സേഫ് ആവണം, കാരണം എനിക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം, അങ്ങനെ സംഭവിച്ചാലും ശ്രുതിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കെൽപ്പുണ്ടാവണമെങ്കിൽ അവൾക്കൊരു ജോലി വേണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറയുന്നത് അറം പറ്റിപ്പോയി എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ജെൻസൺ എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതുപോലും പറയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുള്ള ആ നിൽപ്പും ആ വാക്കുകളുമൊക്കെ ഇപ്പോഴും കാതിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ മരണവാർത്തയെ ശ്രുതിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു പകലിനെയും ഒരു നിമിഷം പോലും അതിജീവിക്കാൻ ആ കുട്ടി കെൽപ്പുണ്ടാവണം എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇത് കേട്ട ഓരോരുത്തർക്കും ഞാൻ ആ വാർത്തയുടെ അടിയിൽ കമൻറ്റുകളൊക്കെ വായിക്കുമായിരുന്നു. ദൈവത്തെപ്പോലും പഴിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വിധിയുടെ ക്രൂരത എന്നോ എന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ദാരുണം എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കൊന്നും മതിയാവില്ല ആ ശ്രുതിയുടെ അവസ്ഥ വിവരിക്കാൻ. രഞ്ജിത്ത്, ഇപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയതാണ്? ഈ ശ്രുതിയുടെ അവസ്ഥ ഇപ്പോഴെന്താ? ശ്രുതിക്കും കാര്യമായ പരിക്കേറ്റു എന്നാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ശ്രുതി ഉള്ളത്. ശ്രുതി വിവരം അറിഞ്ഞോ ജെൻസന്റെ വിയോഗം? ശ്രുതിയെ ഈ വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വയനാട്ടിൽ ദീപക്കുമായി സംസാരിച്ചിരുന്നു. ഈ ശ്രുതിയെ ഈ വിവരം അറിയിച്ചിട്ടില്ല. ശ്രുതിക്ക് കാലിന് പരിക്കുണ്ട്. ശ്രുതിക്ക് ഒരു സർജറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ശ്രുതി തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ഇന്നൊരു പക്ഷേ വാർഡിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും വാർഡിലേക്ക് മാറ്റിയാൽ പോലും ശ്രുതിയോട് ഈ വിവരം പറഞ്ഞാൽ, ആരോഗ്യപരമായ ശ്രുതി ഓക്കെ ആണെങ്കിൽ പോലും ഈ ജെൻസൺ ഈ ഭൂമിയിൽ ഇല്ല എന്നൊരു വാക്ക്
അത് എനിക്കറിയില്ല ആരായിരിക്കും ശ്രുതിയോട് അത് അവതരിപ്പിക്കുക എന്നുള്ളത്. അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ശ്രുതിയുടെ കസിൻസൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ കസിൻസിൽ പലർക്കും പലരെയും നഷ്ടപ്പെട്ടവരാണ്. ഈ കസിൻസ് ആരെങ്കിലും പറയുമോ, ഇനി ആശുപത്രി അധികരായിരിക്കുമോ, എന്തായാലും അവൾക്ക് ഒരു നല്ല കൗൺസിലിംഗ് ഇക്കാര്യത്തിൽ ആവശ്യമായിരിക്കും. നമ്മളൊക്കെ ആ കുട്ടിക്കൊപ്പം ഉണ്ട് എന്ന് അവളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള വെറും വാക്ക് എത്രത്തോളം അവളെ ആശ്വസിപ്പിക്കുമെന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടിയും ഈ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശ്രുതിക്കൊപ്പം നമ്മളെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. ഏറ്റവും അത്യാവശ്യമായി അവൾക്ക് ജെൻസൺ ആഗ്രഹിച്ച പോലൊരു ജോലി അത് സർക്കാർ തലത്തിൽ കിട്ടുമോ, അതിനുള്ള ഒരു വകുപ്പുണ്ടോ, അതൊക്കെ സാങ്കേതികമായി നടപ്പുള്ള കാര്യമാണോ എന്നൊന്നും അറിയില്ല. സർക്കാർ തലത്തിൽ തന്നെ ഒരു ജോലി കിട്ടി ആ കുട്ടിയെ സർക്കാർ തന്നെ ഒന്ന് സംരക്ഷിച്ചാൽ അനാഥയാക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് എല്ലാവർക്കും സർക്കാരിനോട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇത് നമ്മൾ മന്ത്രി ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും മിനിസ്റ്റേഴ്സിനെ ലൈവിൽ കിട്ടും. നമുക്ക് മിനിസ്റ്റേഴ്സിനോടും ഒക്കെ അഭ്യർത്ഥിക്കാം. ഇത് നാട്ടുകാരുടെ മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ശ്രുതിയെ ഇനി കൈപിടിച്ചു കൊണ്ടു നടക്കാൻ ജെൻസൺ ഇല്ല. ഇനി ആരാണ് അവരുടെ ജീവിതത്തിനൊപ്പം ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ശ്രുതിക്കൊപ്പം നിൽക്കേണ്ട ഒരു നിമിഷമാണ്. തുടർച്ചയായ ആഘാതം ഏൽക്കുമ്പോൾ ഒരു പെൺകുട്ടിക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്കൊരു വിവാഹത്തിലേക്ക് ഇനി ബാക്കി കാര്യങ്ങൾ, ഈ ദുരന്തമൊക്കെ ഉണ്ടായെങ്കിലും ഡിസംബർ വരെ പോകേണ്ട, സെപ്റ്റംബർ വരെ കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാണ് രക്ഷിതാക്കൾ വിവാഹം ഉറപ്പിച്ചത്. തീയതി മാത്രം കുറിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ വി.എസ്. രഞ്ജിത്ത്? അതും ശ്രുതി പറയുന്നുണ്ടായിരുന്നു. നിശ്ചയം കഴിഞ്ഞു, പക്ഷേ എന്ന് വേണം, ഡിസംബറിൽ വേണോ സെപ്റ്റംബറിൽ വേണോ എന്ന് ആലോചിച്ചിരിക്കുന്നതിലാണ്. അതും ഒരു അറം പറ്റുന്നത് പോലെ ആയിപ്പോയി. മാത്രമല്ല ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. എൻ്റെ കാലശേഷം അവൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പറയുന്ന ജെൻസനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അത്രമാത്രം സങ്കടമുള്ള ഒരു സംസാരമായിരുന്നു അന്ന് താങ്കളുമായി നടത്തിയത് രഞ്ജിത്ത്. തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് അവർ അന്ന് ഈ മരണവാർത്ത ഉണ്ടാകുമ്പോഴല്ല, ജെൻസൺ ആ ദുരന്തമുഖത്ത് ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നൊരു മാതൃകയുണ്ടല്ലോ, അത് ശരിക്കും നമ്മളെയൊക്കെ ഉള്ളിൽ നനയിക്കുന്നതായിരുന്നു. കാരണം ആ ദുരന്തമുഖത്ത് ശ്രുതിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയും അച്ഛനെയും മാത്രമല്ല, കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണം മുഴുവൻ പോയി, അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന പണം മുഴുവൻ പോയി. അപ്പോൾ പണവും സ്വർണവും ഒന്നുമില്ലാതെ ആ പെൺകുട്ടിയെ മാത്രം വെറും കൈയോടുകൂടി സ്വീകരിക്കാൻ ആ ചെറുപ്പക്കാരൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ നമ്മൾ എത്ര പറഞ്ഞാലും ശരിക്കും നമുക്കതിനെ വിവരിക്കാൻ പറ്റില്ല. മാത്രമല്ല 10 വർഷത്തെ പ്രണയമാണത്. ആ 10 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പം മുതൽ അവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ആ 10 വർഷത്തെ പ്രണയത്തിലൂടെ 2 മതക്കാരാണ്. നമ്മൾ മതങ്ങളൊക്കെ ഇവിടെ പറയണമെന്നറിയില്ല എനിക്ക്. മതങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ചെറുതായി പോവും. ആ 2 മതത്തിൽപ്പെട്ട ആ കുട്ടികളും അവർ ഒന്നിച്ച് കളിച്ച് വളർന്നു. അവരെ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വിവാഹത്തെക്കുറിച്ച്. അതെല്ലാം അവർ പറഞ്ഞു തീർത്ത് ഈ നിശ്ചയം എന്ന് പറയുന്നത്, കല്യാണ നിശ്ചയം എന്ന് പറയുന്നത് ശരിക്കും വിവാഹം പോലെ തന്നെ ഒരു ഹിന്ദു മാരേജ് പോലെ തന്നെ കഴിച്ച് അതിനുശേഷം ഈ രജിസ്റ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാരേജ് പ്രകാരം കുറച്ചുകൂടി ആർഭാടമായിട്ടൊരു കല്യാണം നടത്തണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചു. അത് ഡിസംബറിൽ വെക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ശ്രുതിയുടെ അമ്മയച്ഛനൊക്കെ പറഞ്ഞു അത്ര നീട്ടിപ്പോണ്ട, സെപ്റ്റംബറിൽ തന്നെ ആയിക്കോട്ടെ പറഞ്ഞു. അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതും. ഈ ദുരന്തമുഖത്ത് അവർ നിന്ന് ഈ കല്യാണത്തെക്കുറിച്ച് ഒക്കെ ഉള്ള സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ആ ദുരന്തമുഖത്തേക്ക് ശ്രുതിയുടെ അച്ഛനെ അമ്മയൊക്കെ ഈ ഉരുൾപൊട്ടി ഒലിച്ചു പോയപ്പോൾ ആദ്യം എത്തുന്ന ജെൻസനാണ് ശ്രുതിയെ ഈ വിവരം വിളിച്ച് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നീ പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറയുന്നു. ബിംസ് ആശുപത്രിയിൽ നിന്ന് ശ്രുതി വയനാട്ടിലെത്തുന്നു. അപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ട്. ആ എല്ലാവരും പോയ ഷോക്കിൽ ശ്രുതിയെ ചേർത്തണച്ചുകൊണ്ട് നിർത്തി ഇനിയൊരു ജീവിതം നമുക്കൊരുമിച്ചാണ് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോയതും ജെൻസനായിരുന്നു. ആ ജെൻസനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രുതി പൂർണ്ണമായും അനാഥമായി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവളെ അനാഥയാക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവരോട്. അവളെ എങ്ങനെ അതിജീവിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മളൊക്കെ അവർക്കൊപ്പം ഉണ്ട് എന്നൊരു വാക്ക് നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അവളെ അറിയിക്കേണ്ടതായി. രഞ്ജിത്ത്, ഒരർത്ഥത്തിൽ നമ്മൾ ഈ ദുരന്തം നടന്ന് അതിനുശേഷം അവിടെ നടത്തിയ ടോക്ക് ഷോയിൽ ഈ ശ്രുതി പങ്കെടുത്തിരുന്നല്ലോ. അപ്പോൾ ശ്രുതിയോടൊക്കെ നമ്മൾ പറയുമ്പോഴും നിർവികാരത അവരുടെ മുഖത്തുണ്ടായിരുന്നു. കാരണം അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ടു. രഞ്ജിത്ത്, നമ്മുടെ ഈ ജെൻസനുണ്ടെന്നൊക്കെ പറയുമ്പോഴും ശ്രുതിയുടെ മനസ്സ് അപ്പോഴും വല്ലാതെ ഇങ്ങനെ തിരതല്ലെന്ന് കാണാമായിരുന്നു. ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നേരിയ പ്രതീക്ഷയായിരുന്നു ജെൻസൺ. കൂട്ടസംസ്കാരം നടന്ന സ്ഥലത്ത് ശ്മശാന ഭൂമിയിൽ ജെൻസൺ ഇങ്ങനെ ചേർത്തു പിടിച്ച് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്.
ആ നിമിഷം ആ കുട്ടിയെ എല്ലാ ദുരന്തത്തിൻ്റെ ഈ നഷ്ടപ്പെടലിൽ നിന്നും അതിജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു വലിയ സ്പർശമായിരുന്നു അത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് വാക്കുകളും ആശ്വാസവാക്കുകളും ഒക്കെ തോറ്റുപോകുന്ന ഒരിടമാണ് രഞ്ജിത്ത് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും സർക്കാർ അത് പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. രഞ്ജിത്ത്, ഞാൻ തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആരായൂ. പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇനി സുധിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യനില മെച്ചപ്പെട്ടോ? ഇന്നലെ ഇവർ എങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു? അതിനുശേഷം ഇനി എന്താണ് അവിടെ, ആരൊക്കെയുണ്ട് സുധിയെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ വിവരങ്ങൾ കൂടി വി എസ് രഞ്ജിത്ത് ഒന്ന് ആരായൂ.